ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധം നീറ്റ് അടക്കമുള്ള പരീക്ഷാ ക്രമക്കേടിനെതിരെ യുവതലമുറ അല്ലെങ്കിൽ CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം വലിയ രീതിയിൽ ചർച്ചയാവുകയാണല്ലേ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ തകിടം മറിഞ്ഞൊരവസ്ഥ. നീറ്റ് പോലുള്ള പരീക്ഷ എന്തിന് നമ്മൾ PSC തന്നെ എടുത്തു നോക്കിയാൽ മതി. PSC പോലുള്ള പരീക്ഷകൾ എന്തിനെഴുതണം, എഴുതിയിട്ട് എന്താണ് കാര്യം എന്നുള്ള ചോദ്യം. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം 1ഉം 2ഉം വർഷമൊക്കെ മാറ്റിവെച്ച് വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുന്നത് തന്നെ അതിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണല്ലേ. എന്നിട്ട് എന്താണ് ഫലം? പരീക്ഷാക്രമക്കേടിന്റെ പേരിൽ നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. അത് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു, അവരെ അടിച്ചോടിക്കുന്നു. ഇതൊക്കെയാണോ ജനാധിപത്യം? കഷ്ടം തോന്നുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, പിന്നെ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നൽകുക, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം മെച്ചപ്പെടുത്തുക. ഇത്തരം ആവശ്യങ്ങളുമായി ജനം തെരുവിലിറങ്ങുമ്പോൾ അവരെ അടിച്ചോടിക്കുന്ന രീതി ഏത് ജനാധിപത്യ രീതിയാണ്? തികച്ചും സമാധാനപരമായിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. ഇതിനെ എന്തിനാണ് BJP സർക്കാർ ഭയക്കുന്നത്? എനിക്ക് തോന്നുന്നു അവരുടെ ശക്തി കൊണ്ട് തന്നെയായിരിക്കാം. നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടി ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. പാറ്റകൾ എന്ന് വിളിച്ച് അവരെ അധിക്ഷേപിച്ചു. അതിനുശേഷം അങ്ങനെ ഒരു പാർട്ടി വന്നു. ഇപ്പോൾ അവരുടെ ശക്തി എന്ന് പറയുന്നത് 10ഓ 100ലോ ഒതുങ്ങുന്നതല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരമാണ്. അത്രയും പേർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു ശക്തി കൊണ്ടാവാം BJP ഇവരെ ഭയക്കുന്നത്. തെരുവിൽ ഇത്രയും വിദ്യാർത്ഥികൾ അടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശബ്ദം വലിയ രീതിയിൽ മുഴങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് മന്ത്രിയുടെ രാജി എഴുതി വാങ്ങാത്തത്? ഒരുപക്ഷെ മന്ത്രി രാജിവെച്ചാൽ അത് BJP സർക്കാർ തോറ്റു പോകുമെന്നുള്ള ചിന്തയായിരിക്കാം. എന്നാൽ ഒരു കാര്യം ചെയ്താൽ മതി, ക്യാബിനറ്റ് വിളിച്ചേർത്ത് ആ വകുപ്പിൽ നിന്ന് ആ മന്ത്രിയെ മാറ്റി നിർത്തിയാൽ മതിയല്ലോ. അത്തരം എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ ഇത്രയും വഷളാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഒരു നടപടിയിലേക്കും നീങ്ങാത്തത്? ഇനി ഒടുവിൽ നരേന്ദ്രമോദി വന്ന് പറഞ്ഞത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നാണ്. അതിനർത്ഥം നിങ്ങൾ ആര് ഈ തെരുവിൽ മരിച്ചു വീണാലും രാജി എന്നുള്ളത് ചിന്തിക്കുക പോലും വേണ്ട എന്നുള്ളതാണ് അതിനർത്ഥം, അല്ലെ? അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, അതൊക്കെ ശരിയാകാം. എങ്കിലും ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തുത്തരമാണ് ഇവർ നൽകുക? എന്തുത്തരം നൽകിയതാണ് അത് മതിയാവുക? ഇനി ഈ പ്രതിഷേധത്തിന്റെ ക്ലൈമാക്സ് എന്താകും? സംശയിക്കേണ്ട. നമുക്കറിയാം, പൗരത്വ ബില്ലിനെതിരെ ഉണ്ടായ സമരം, ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം, ഇതിന്റെയൊക്കെ അവസാനം എന്തായിരുന്നു? അത് തന്നെയാകും ഇതിന്റെയും അവസ്ഥ. കർഷക സമരം പോലെ പലരുടെയും ജീവന് നഷ്ടപ്പെട്ടു പോയാൽ അത് അവരുടെ മാത്രം വിധി എന്ന് പറയാം. എന്തായാലും പ്രതിഷേധത്തിന്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മോദി സർക്കാർ സ്വീകരിക്കുന്ന നടപടി ശരിയാണോ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണോ? കമന്റ് ചെയ്യട്ടോ.